ഇന്ന് ഞങ്ങൾ കുളിച്ചൊരുങ്ങി രാവിലെ തന്നെ അമ്മയുടെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. നമ്മുടെ അതിലുള്ള ബസ് കിട്ടിയില്ല, അതും കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഓടിയിട്ടോ, പക്ഷെ ആ ബസ് അപ്പോഴേക്കും പോയി. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് നടന്നപ്പോഴേക്കും അവിടെ ചെന്നപ്പോൾ ബസ് കിട്ടിയിട്ടോ. ബസ്സിൽ നല്ല തിരക്കായിരുന്നു. ഭാഗ്യത്തിന് ലൂയിക്കുട്ടനുള്ളതുകൊണ്ട് എനിക്ക് സീറ്റ് കിട്ടിയിട്ടോ. ഇത്രയും തിരക്കിൽ ഞാൻ ആ ഒരു വീഡിയോ എടുത്തതിന് ഒരു ഡെഡിക്കേഷൻ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. അതിനുശേഷം ഞങ്ങളുടെ അവിടെ ചെന്നിട്ട് കൊടുങ്ങല്ലൂർ ചെന്നിട്ട് ബസ് കിട്ടാൻ ഇത്തിരി ലേറ്റ് ഉണ്ട് കേട്ടോ. ബസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ബസ് പോയായിരുന്നു. അപ്പോൾ അടുത്ത ബസ് ഏകദേശം ഒരു 9 മണിക്കൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പ് അമ്മാമ്മക്ക് കുറച്ച് മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് മരുന്ന് വാങ്ങാൻ കയറിയ സമയത്ത് ഞാനും ലൂയിക്കുട്ടനും കൂടെ ബേബി സെറ്റിൻ്റെ സൈഡിൽ കൂടെ കിടന്ന് ഞെരങ്ങിയിട്ടോ. ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി വെച്ചു. ഇന്ന സാധനം ഇവിടെ ഉണ്ടെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ബസ്സിൽ നല്ല തിരക്കൊക്കെ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് വേറൊരു സ്റ്റോപ്പിലാണ് കേട്ടോ ഇറങ്ങിയത്. എന്താ വെച്ചാൽ ചിക്കൻ വാങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അമ്മ ഓൾറെഡി ചിക്കൻ വാങ്ങാനുള്ള പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഘോരം പ്രസംഗിക്കണതൊന്നും ഇതിൽ കിട്ടിയില്ല കേട്ടോ. നല്ല ഒച്ചയായിരുന്നു വണ്ടികളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. വോയിസ് സത്യം പറഞ്ഞാൽ ഒന്നും കിട്ടണ്ടായിരുന്നില്ല, വെറുതെ വണ്ടികളുടെ ഒച്ച മാത്രമായിരുന്നു. അപ്പോൾ അമ്മ അവിടെ ചിക്കൻ വാങ്ങാൻ പോയ സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ലൂയിക്കുട്ടൻ നല്ല ഉറക്കം കേട്ടോ ബസ്സിൽ കയറിയ സമയത്ത് തന്നെ. അപ്പോൾ കുറേ നേരം ഞാൻ ലൂയിക്കുട്ടനെയും പിടിച്ച് ഓട്ടോയിലിരുന്ന ഒരു ചിക്കനൊക്കെ വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടോ. അപ്പോൾ ആ സമയത്ത് അമ്മ പറയായിരുന്നു അവിടെ നമ്മൾ അറിയുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ലൂയിക്കുട്ടൻ ഓട്ടോയിൽ കയറുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അവൻ ഉറങ്ങുന്ന കാരണം അവൻ അത് ആസ്വദിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇറങ്ങാൻ നേരത്താണ് ലൂയിക്കുട്ടൻ കണ്ടത് ഓട്ടോയിലായിരുന്നു ഇത്രയും നേരമൊന്ന്. അപ്പോൾ അവൻ പറയായിരുന്നു കേട്ടോ അയ്യോ എന്നുള്ളൊരു ഇമോഷനാണ് ആ കാണിക്കുന്നത്, കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. ഇപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ലൂയിക്കുട്ടൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നപാടെ എന്താ പറയുക കുറേ പ്രാണികൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ഓടി വീട്ടിലേക്ക് കയറി. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ വന്ന് നമ്മളെ കടിക്കണ്ടെന്ന് വെച്ചിട്ട് കഷ്ടകാലം പിന്നാലെയാണ്, അതുകൊണ്ട് വേഗം കയറി കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപാടെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ലൂയിക്കുട്ടൻ ഞാൻ ആരാണ്ടൊക്കെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ഫുഡ് കഴിക്കാണ്ടാണ് വന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി മിക്കൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പുട്ടായിരുന്നു. അപ്പോൾ പുട്ട് ഒരു പകുതി എടുത്തു, എനിക്ക് വലിയ വിശപ്പുണ്ടായിരുന്നില്ല. പുട്ട് കൊടുത്തു. അതേപോലെ തന്നെ കടല ചാറാണ് എനിക്കിഷ്ടം, പക്ഷേ ഇതിലൊരു ചാറും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവന്മാർ ഫുള്ള് കൂട്ടി തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ചാറൊക്കെ ഞാൻ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. അതൊക്കെ ഇരുന്ന് കുറച്ച് പതുക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ടോ. എൻ്റെ പ്രഗ്നൻസിയുടെ പകുതിയും മുക്കാലും സമയവും ഞാൻ ഈ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. പക്ഷേ ആ സമയത്തൊക്കെ ഫുള്ള് ഛർദിയായിരുന്നു. അപ്പോൾ ലാസ്റ്റൊക്കെ എപ്പോഴും എൻ്റെ ഛർദിയൊക്കെ മാറി കേട്ടോ. പിന്നെ വന്ന പാടെ എനിക്ക് ആൻറ്റി ജ്യൂസൊക്കെ തന്നു കേട്ടോ. എന്ത് ജ്യൂസായിരുന്നു, മുന്തിരി ജ്യൂസ് എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചാച്ചുകൊണ്ട് അടിച്ച് തരുന്നത് അവൻ്റെ ജ്യൂസാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടന്നു കേട്ടോ. പിന്നെ വന്ന പാടെ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നേരെ വന്ന് ഫുഡ് കഴിച്ചു. അതിന് ശേഷം മാത്രമാണ് ഡ്രസ്സ് മാറി വേറെ ഇട്ടതും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും അവരൊക്കെ കാണാൻ നിന്ന് കേട്ടോ. എനിക്ക് വിശന്നിട്ടും പാടില്ലായിരുന്നു. ലൂയിക്കുട്ടൻ അവിടെ ഓൾറെഡി ചാച്ചുനായിട്ടൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവന് ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടുകൂരൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് മേത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സൊന്നും അങ്ങനെ അധികം ഇടിക്കാറില്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ കൊച്ചിങ്ങനെ ഫ്രീ ആയിട്ട് നടന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവനെ സ്നഗ്ഗി മാത്രം ഇടിച്ചിട്ടോ നടത്തുന്നത്. സ്നഗ്ഗി അല്ല, ഡയപ്പർ. എല്ലാവരും നമ്മൾ സ്നഗ്ഗി എന്നൊക്കെയല്ലേ പറയുക. സംഭവം ഡയപ്പറാണ്. ഓക്കെ. അതിനുശേഷം ലൂയിക്കുട്ടൻ ഫുള്ള് വണ്ടിയാണ് കേട്ടോ. കാറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ലൂയിക്കുട്ടന്. അപ്പോൾ അവിടെ ചാച്ചുവിൻ്റെ കാർ ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ. ചാച്ചു കുറേ കാറ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയത് വാങ്ങിയതാണ് അവൻ. അപ്പോൾ മീനും ചാച്ചും ലൂയിക്കുട്ടനും എല്ലാവരും കൂടെ അത് വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചക്ക ഞാൻ ഈ പ്രാവശ്യം ചക്ക തിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ചക്ക അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി പറഞ്ഞ് ചക്ക ഉണ്ടടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്തായാലും മുറിക്കാൻ നിന്നു കേട്ടോ കുറേ നേരം. എനിക്ക് പക്ഷേ ചക്ക മുറിച്ച് വലിയ പരിചയമൊന്നുമില്ല, തിന്ന് മാത്രം പരിചയമുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറേ പാടുപെട്ടിട്ടാണ് കേട്ടോ ചക്ക മുറിക്കാൻ നിന്നത്. ഞാൻ പിന്നെ വെളിച്ചെണ്ണയൊക്കെ തേച്ച്, അത് നമ്മൾ എല്ലാവരും ചെയ്ത് കണ്ടിട്ടുണ്ട്, കൈമ വെളിച്ചെണ്ണയൊക്കെ തേച്ചാൽ ചക്ക കയ്യിൽ പിടിക്കില്ല എന്നുള്ളത്. ചക്കയുടെ ഒരു പശ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണല്ലോ. അപ്പോൾ ഞാനത് അങ്ങനെയൊക്കെ തന്നെ ചെയ്തു കേട്ടോ. വലിയ കാര്യമായിട്ട് പശയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു കഷ്ണമായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ചെറിയ കഷ്ണം മുറിക്കാൻ നിന്നിട്ട് കുറേ നേരം എടുത്തു കേട്ടോ.
അതിൻ്റെ ഇടയിൽ അമ്മയുടെ ചിക്കനൊക്കെ മസാല തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിക്കൻ വറുക്കാനുള്ളൊരു പ്ലാനാണ്. ആൻറ്റിയും ഇവിടെ നല്ല പണിയിലാണ് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ആൻറ്റി പറയുന്നുണ്ടായിരുന്നു രാവിലെ എഴുന്നേക്കാൻ വൈകി, അതുകൊണ്ട് തന്നെ പണികളൊക്കെ ഇങ്ങനെ കിടക്കുകയാണെന്നുള്ളത്. ആൻറ്റി സാധാരണ വെളുപ്പിന് തന്നെ എഴുന്നേച്ച് എല്ലാ പണിയും കഴിയും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മുൻപ്, ഞാനിവിടെ എൻ്റെ ഒരു പ്രഗ്നൻസി സമയത്ത് മിക്ക സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു 7 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോഴേക്കും ആൻറ്റി ഇവിടെ ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നേരെ വരാം, ചായ കുടിക്കുക. നമ്മൾ എഴുന്നേറ്റ് വിശപ്പോടെ ആയിരിക്കും ചിലപ്പോൾ എഴുന്നേറ്റ് വരാം. അപ്പോൾ എനിക്കറിയാം ആൻറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആൻറ്റി പറയും എനിക്കറിയാടി നിനക്ക് വിശക്കും എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് ആൻറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ ലൂയിക്കുട്ടനെ നോക്കാൻ പോയിട്ടോ. ഞാൻ ചക്കയൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് ലൂയിക്കുട്ടൻ അപ്പോൾ അവിടെ കളിക്കുകയാണ്. പിന്നെ ഈ മുതലിന് ഉറക്കിയില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. അപ്പോൾ ഞാൻ അവനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഉറക്കാനുള്ളൊരു പരിപാടിയിലായിരുന്നു കേട്ടോ. പക്ഷെ അവൻ ഉറങ്ങിയില്ല. അവൻ ഉറങ്ങാൻ കുറേ സമയം എടുത്തു കേട്ടോ. ഞങ്ങൾ ഏകദേശം വന്നപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൂയിക്കുട്ടൻ ഉറങ്ങണ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഭയങ്കരമായിട്ട് പിന്നെ നമുക്കായിരിക്കും പണി. അവൻ കരച്ചിൽ ബഹളമൊക്കെ ആയിരിക്കും ഉറങ്ങിയില്ലെങ്കിൽ. അപ്പോൾ ഞാൻ അവനൊരു ഉറക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഇവനെ ഇവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ പരിപാടി പ്ലഗ് മക്കറാന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ അതും ഇതൊക്കെ പറഞ്ഞ് അതിന്നൊക്കെ പിടിച്ച് മാറ്റിയിട്ടോ. എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ലൂയിക്കുട്ടൻ ലാസ്റ്റ് ഉറങ്ങിയിട്ടോ. ഉറങ്ങിയ സമയമായപ്പോഴേക്കും ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോകണ്ടോ. എനിക്ക് വേണ്ടി അവിടെ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് അവർ വെച്ച മീൻകറിയും ചിക്കനും എല്ലാവരും കൂടെ കൂട്ടി കഴിക്കാനുള്ള ഒരു ആക്രാന്തം മൂത്ത് ഞാൻ ചെല്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഫുഡൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ സെറ്റായിരുന്നു കേട്ടോ നമ്മുടെ ടേബിളിൽ. അങ്ങനെ ഞാൻ എല്ലാം ആവശ്യത്തിന് ഇട്ടിട്ട് പക്ഷേ നമ്മളിങ്ങനെ കുറേ വിചാരിച്ച് അത് കുറേ തിന്നണമെന്നൊക്കെ വിചാരിച്ച് തിന്നുമ്പോൾ നമുക്ക് ഒട്ടും തിന്നാൻ പറ്റില്ലല്ലോ. ഞാൻ ആകെ ചിക്കൻ എന്തോ പറക്കി തിന്നുള്ളൂ കേട്ടോ. വേറെ കാര്യമായിട്ടൊന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ചായ കുടിക്കാനുള്ള നേരമായി എന്നുള്ളതാണ്. ഭയങ്കര ലേറ്റ് ആയിട്ടാണോ ഭക്ഷണമൊക്കെ കഴിച്ചത്. ഒന്നാമത് ലൂയിക്കുട്ടനെ ഉറക്കാൻ നിന്നു. അതിനുശേഷം പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞു നിന്നു. നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോകും കേട്ടോ. ഇന്ന് പോയതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു ആഘോഷമുണ്ട് ഈ ഒരു ഭാഗത്ത്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് ഇത്ര അധികം വലിയ ഇതൊന്നുമില്ല. പക്ഷേ ഇവിടെ ഭയങ്കര എന്താ പറയുക, മറ്റേ റാലിയൊക്കെ പോലെ കുറേ പേര് ഉണ്ടാവും. പിന്നെ നല്ല അടിപൊളിയായിട്ട് ഈ കൊട്ടും അങ്ങനത്തെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ലൂയിക്കുട്ടന് മുട്ട വറക്കാൻ പോയിട്ടോ. ഞാനപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മുട്ട ചിക്കി കൊടുക്കാറുണ്ട്. ആ മുട്ട പുഴുങ്ങിയാണ് കൊടുക്കാറ്. പക്ഷേ ഇവന് ഇടയ്ക്ക് ഇങ്ങനെ മുട്ട പുഴുങ്ങി കൊടുക്കുമ്പോൾ അതിൻ്റെ മഞ്ഞ കഴിക്കാറില്ല കേട്ടോ. ഞാനങ്ങനെ നിർബന്ധിക്കാറില്ല മഞ്ഞ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ട ഇങ്ങനെ ചിക്കി കൊടുക്കുമ്പോൾ അവൻ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അത് കാരണം അത് റെഡിയാക്കിയിട്ട് അവനത് കൊടുത്തു കേട്ടോ. ഇത് ഫുള്ളൊന്നും ആൾ തിന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു സമയമായപ്പോഴേക്കും ചാച്ചു പോയിട്ട് കട്ട്ലേറ്റും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനതൊക്കെ തിന്നു. ഇവന് അലുവയൊക്കെ ഞാൻ ഇടയ്ക്ക് കൊടുത്തു നോക്കിട്ടോ. ഇവന് അലുവ ഭയങ്കര ഇഷ്ടമായി. ഒരു സോഫ്റ്റ് പോലത്തെ അലുവയായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു അലുവയായിരുന്നു. അപ്പോൾ ലൂയിക്കുട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് തോന്നുന്നു ലൂയിക്കുട്ടൻ ആദ്യമായിട്ടാണ് ഈ ഒരു അലുവ തിന്നുന്നത്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാനങ്ങനെ മധുരം കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവനത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് തോന്നി അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആളിങ്ങനെ ചുറ്റിമാറി നിൽക്കണേന്നുള്ളത്. അപ്പോൾ ലൂയിക്കുട്ടി ഞാൻ കൊടുത്തു വിടും. ഇനിയിപ്പോൾ കഴിച്ചോട്ടെ, ആ ഒരു വിഷമം വേണ്ടാന്നുള്ളത്. സ്വന്തമായിട്ട് തന്നെ എടുത്ത് കഴിക്കുകയായിരുന്നു കേട്ടോ. ഇതൊക്കെ സ്വന്തമായിട്ട് ഇപ്പോഴാണ് ഫുള്ള് ആളിങ്ങനെ പതുക്കെ കഴിച്ചു തുടങ്ങുന്ന ഒറ്റക്ക്. ഞാനിപ്പോൾ കയ്യിൽ കൊടുക്കാറുണ്ട് ഫുഡ് ഒറ്റക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ചിലതൊക്കെ ഇങ്ങനെ കളയും, എന്നാലും നമ്മൾ ചീത്തൊന്നും പറയാറില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ചീത്ത പറയുമെങ്കിലും ഇങ്ങനെയാണല്ലോ പിള്ളേർ പഠിക്കുന്നത് എന്നുള്ള ഒരു ഇത് നമുക്കുള്ളതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ചീത്തൊന്നും പറയാറില്ല. ആൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ഒറ്റക്ക് കഴിക്കാനൊക്കെ. അപ്പോൾ സ്പൂണൊക്കെ ഇപ്പോൾ പിടിച്ച് മര്യാദക്ക് കഴിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒറ്റക്ക് കഴിക്കാനൊക്കെ ആയാൽ അവൻ തന്നെ ആയിക്കോളുമല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരുങ്ങിയിട്ട് അവിടെ നമ്മുടെ പൂയത്തിൻ്റെ പരിപാടികളൊക്കെ റോട്ടിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ചെന്ന് നിന്നപ്പോൾ തന്നെ സംഭവം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊട്ട് ഓൾറെഡി കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓടിപ്പടഞ്ഞാണ് ഞാൻ ഒരുങ്ങിയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ ലൂയിക്കുട്ടന് ഇതൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ ഒരുങ്ങി കെട്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് കൊട്ടും എല്ലാവരും കൂടെ വരുമ്പോൾ നമുക്കും ഒരു ഇതായിരിക്കും. നേരെ വീടിൻ്റെ ഓപ്പോസിറ്റ് അവിടുത്തെ വീട്ടിലെ ചേട്ടൻ ഐസ്ക്രീം അതേപോലെ തന്നെ ലേസ് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തെത്തുമ്പോൾ ഇവർ അവിടെ നിൽക്കും കേട്ടോ. കൊട്ടൊക്കെ നിർത്തിയിട്ട് ഇവർ ഐസ്ക്രീമൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. എൻ്റെ ഇടയിൽ എനിക്കൊരു ഐസ്ക്രീം കിട്ടിട്ടോ ചേട്ടൻ കൊണ്ടുവന്നപ്പോൾ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതും ഇതൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ നിന്നു കേട്ടോ. ലൂയിക്കുട്ടൻ ആക്ച്വലി ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ
അവൻ കുഞ്ഞായിരുന്നു കേട്ടോ, അങ്ങനെ ജസ്റ്റ് കാണാമെന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒന്നും മനസ്സിലാക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല, കുഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ലൂയിക്കുട്ടൻ ഞാനിതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയും കൂടെയാണ് കേട്ടോ ഈ പ്രാവശ്യം ഇങ്ങോട്ട് വന്നത്. അവന് ഒരു ഇഷ്ടമാവുമല്ലോ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴും. പിന്നെ കൊട്ടൊക്കെ കാണുന്ന ലൂയിക്കുട്ടിന് ഇഷ്ടമാണ് കേട്ടോ. ലൂയിക്കുട്ടിന് ഓൾറെഡി പാട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കണം ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കാനും കൂടെയാണ് ഇന്ന് വന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഈ ഒരു സംഭവം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ബസ് വരും കേട്ടോ. അപ്പോൾ ആ ഒരു ബസ്സിൽ കയറി പോകാനുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ ആക്ച്വലി ബസ്സുകളൊക്കെ സ്റ്റക്കായിരുന്നു കേട്ടോ, ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല, ചില ബസ്സുകളൊന്നും ഓടിയില്ല കേട്ടോ ഈ ഒരു തിരക്ക് കാരണം. അങ്ങനെ നമ്മൾ കുറേ നേരം നിന്നിട്ട് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് പോയത്. ഈ ഒരു ഇത് നീങ്ങി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ നേരെ പോന്നു കേട്ടോ സ്റ്റോപ്പിലേക്ക്. ഇനി അധികം നേരം നിന്നാൽ നമുക്ക് ബസ്സൊന്നും കിട്ടില്ല, എത്തുമ്പോഴേക്കും ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.